അപ്പോൾ നമ്മുടെ CDS അതുപോലെ NDA 2026 ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പരീക്ഷ കഴിഞ്ഞു, അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തതും എല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ്. എല്ലാ വർഷവും നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുമുണ്ട്. നിലവിൽ അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൻ്റെ റിസൾട്ട് റിലീസ് ചെയ്തിരിക്കുകയാണ്. ഏകദേശം 8826 ഉദ്യോഗാർത്ഥികളാണ് ഫസ്റ്റ് സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മെയ് 2026 ഇതിൻ്റെ റിസൾട്ട് റിലീസ് ചെയ്തതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. UPSC ആണ് റിസൾട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്, നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവിധ ഇത് ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി കാണാൻ സാധിക്കും. അവിടെ ഒരുപാടധികം ഉദ്യോഗാർത്ഥികൾ തന്നെ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ താഴെയായിട്ട് ഇന്ത്യൻ മിലിറ്ററി അക്കാഡമീൻ്റെ തന്നെ ഒരുപാട് പേര് ലിസ്റ്റിൽ ജോയിൻ ചെയ്ത്, അതായത് വന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത് വന്നിട്ടുള്ളത് റിട്ടേണിൻ്റെ റിസൾട്ടാണ് കേട്ടോ. ഇന്ത്യൻ നാവൽ അക്കാഡമി വന്നത് കാണാൻ സാധിക്കും. അങ്ങനെ എല്ലാവിധ അക്കാഡമീൻ്റെയും അതുപോലെ OTA ഓഫീസർ ട്രെയിനിങ് അക്കാഡമി മെന്നും ഓഫീസർ ട്രെയിനിങ് അക്കാഡമി വുമൻ്റെയും കൂടി റിസൾട്ടാണ് ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ PDF നിങ്ങൾക്ക് ഞാൻ തരാം. അതിന് മുമ്പ് നമ്മുടെ NDA റിസൾട്ടും കൂടി നോക്കാം. ഇതാണ് നമ്മുടെ NDA റിസൾട്ട് കേട്ടോ. NDA 1 2026 റിസൾട്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെയും എക്സാമിനേഷൻ ഫസ്റ്റിൻ്റെ റിസൾട്ട് ഇപ്പോൾ നിലവിൽ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. 8/5/2026. രണ്ടിൻ്റെയും പരീക്ഷ ഒരുമിച്ചിട്ട് തന്നെയാണ് UPSC നടത്താറുള്ളത്. റിസൾട്ട് റിലീസിങ്ങും എല്ലാം ഒരുമിച്ച് തന്നെയാണ് നടത്താറുള്ളത്. പിന്നെ ഒരു ഘട്ടം എത്തുമ്പോഴാണ് ഇതിൻ്റെ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് സെലക്ഷൻ്റെ ഒരു ക്രൈറ്റീരിയ മാറി പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ പ്രധാനമായിട്ടും പറയാനുള്ളത് NDA 2 2026, NDA 2 2026, അതുപോലെ തന്നെ CDS 2 2026 മുന്നോട്ടേക്ക് വരുന്നുണ്ട്. ഓൾറെഡി നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ്. പഠനം തുടങ്ങാത്തവർ നല്ല രീതിയിൽ തന്നെ പഠിച്ച് തുടങ്ങുക. പിന്നെ അതിൻ്റെ PYQ ഒക്കെ ആവശ്യമാണ്, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ ഓൾറെഡി PYQൻ്റെ ഒരു ഗ്രൂപ്പ് ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് UPSCൻ്റെ വെബ്സൈറ്റിൽ നിന്ന് അത് കിട്ടും. പിന്നെ സ്റ്റഡി മെറ്റീരിയൽ ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ടേക്ക് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കട്ട് ഓഫ് ക്രോസ് ചെയ്തിട്ടുള്ള എല്ലാവരും തന്നെ ഈ ഒരു NDA അതുപോലെ തന്നെ NA, അതായത് നാഷണൽ ഡിഫൻസ് അക്കാഡമി ആൻഡ് നാവൽ അക്കാഡമി എക്സാമിനേഷൻ 1 2026 എലിജിബിൾ ആയിട്ടുണ്ട്. മെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ ലിസ്റ്റാണ് ആദ്യം കൊടുത്തിട്ടുള്ളത്. ചുവടെ ഫീമെയിൽസിൻ്റെ കൂടി നമുക്ക് താഴെയായിട്ട് കാണാൻ സാധിക്കും. ഇതൊക്കെ മെയിൽസിൻ്റെ തന്നെയാണ് കേട്ടോ. ഇവിടെയൊക്കെ കൊടുത്തിട്ടുള്ള മെയിൽസിൻ്റെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് കൂടി നമ്മൾ ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നതാണ്. NDA അതുപോലെ CDSൻ്റെ റിസൾട്ട് അതിപ്പം ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. സോ ഇത് നിങ്ങൾക്ക് ടെലിഗ്രാമിലാണ് കേട്ടോ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് നേരത്തെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. വളരെ പെട്ടെന്ന് ജോയിൻ ചെയ്യുക. കാരണം ടെലിഗ്രാമിൽ മറ്റ് അപ്ഡേറ്റുകൾ ഇട്ട് കഴിഞ്ഞാൽ ഇത് മുകളിലേക്ക് ആയിപ്പോവും. അതുകൊണ്ട് ഈ ലിസ്റ്റ് ലഭിക്കാനായിട്ട് നിങ്ങൾ നേരെ എന്ത് ചെയ്താൽ മതി, താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ടെലിഗ്രാം ലിങ്കിൽ ജോയിൻ ചെയ്താൽ മതി. അവിടെ ലഭിക്കുന്നതായിരിക്കും, അവിടെ ഉണ്ടാകുന്നതായിരിക്കും. ഇത് ഫീമെയിൽസിൻ്റെ ലിസ്റ്റാണ് കേട്ടോ. ഇവിടെ കൊടുത്തിട്ടുള്ള ഫീമെയിൽസിൻ്റെ ആണ്. അതിന് ശേഷം ഇതൊക്കെ ഫീമെയിൽസിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ബാക്കി NDA CDSൻ്റെ ഒക്കെ അപ്ഡേറ്റ് വരുമ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇനി ഇവർക്ക് ഇൻ്റർവ്യൂ ആണ് ഉണ്ടാവുക, SSB ഇൻ്റർവ്യൂ എന്താണെന്ന് അറിയില്ലെങ്കിൽ ജസ്റ്റ് ഒരു അതിനെക്കുറിച്ചൊരു ബേസിക് അറിവ് ലഭിക്കാനായിട്ട് എന്തായാലും ഉണ്ടാവാതിരിക്കില്ല. ലിസ്റ്റിൽ വന്ന് എന്തായാലും നിങ്ങളെല്ലാവരും അത് നോക്കിയിട്ട് തന്നെ ഉണ്ടാവത്തുള്ളൂ. എക്സാം എഴുതാൻ പോകുന്നവർ വരെ അതിനെക്കുറിച്ചൊരു അവയർനെസ് ഉണ്ടാവും. എങ്കിലും SSB ഇൻ്റർവ്യൂ ലൈഫ് ട്രാക്ക് മലയാളം സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് അത് ലഭിക്കുന്നതായിരിക്കും. പിന്നെ SSB ഇൻ്റർവ്യൂവിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുക, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക. എങ്കിൽ മാത്രമേ അത് ക്രാക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. കുറച്ച് ഡിഫിക്കൽട്ടാണ്, പക്ഷേ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. താങ്ക് യു.